Hello all, welcome to XandY YouTube channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന ഒരു എക്സാമിനെ പറ്റിയാണ്. ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ. നമുക്കറിയാം ഒളിമ്പ്യാഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് ഇതെന്താ ഒളിമ്പിക്സ് പോലെയുള്ള എന്തെങ്കിലും കോമ്പറ്റീഷൻ ആണോ എന്നാണ്. ഒളിമ്പിക്സിൽ നിങ്ങൾക്കറിയാം എല്ലാ രാജ്യത്തു നിന്നും ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സ്പോർട്സിൽ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് വന്ന് കോമ്പീറ്റ് ചെയ്യും. അതിലെ ഇൻ്റർനാഷണൽ വിന്നറായിട്ട് നമ്മൾ എല്ലാ ഇവൻറ്റിലും ഓരോരുത്തരെ കാണാൻ പറ്റും അല്ലേ. സ്പ്രിൻറ്റിങ്ങിലായാലും സ്വിമ്മിങ്ങിലായാലും ഒരുപാട് വിന്നേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സിമിലർലി സ്പോർട്സിൽ മാത്രമല്ല ഇതുപോലുള്ള ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസ് അക്കാഡമിക്സിലുണ്ട്. സിമിലർ ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് ഇത് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അസ്ട്രോളജി അങ്ങനെ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളിൽ നമുക്ക് ഒളിമ്പ്യാഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സിലെ ഇൻ്റർനാഷണൽ ഒളിമ്പ്യാഡിലേക്ക് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പോകുന്ന 4, 5, 6 പേര് വരുന്ന ഒരു ടീം. ആ ടീമിനെ സെലക്ട് ചെയ്യാൻ വേണ്ട 2 സ്റ്റേജായിട്ട് കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ടൈം ആയിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി രജിസ്റ്റർ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് 8 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്ന കോമൺ എക്സാമാണ്. സോ നിങ്ങൾ ഹൈസ്കൂളിലാണെങ്കിൽ കൂടെ ഇത് ഈ തവണ അറ്റംപ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ എക്സാം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് ഒന്നുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് IOQM 2022-23 ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ള, മാത്തമാറ്റിക്സിൽ നന്നായി പെർഫോം ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആദ്യം നോക്കാം. സോ ഈ വർഷം നടക്കാൻ പോകുന്ന ഒളിമ്പ്യാഡ് എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ രജിസ്ട്രേഷൻ ഓഫ് സെൻറ്റേഴ്സ് ആൻഡ് ദെയർ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 8 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 8 വരെയാണ്. സോ ഇനിയും നമ്മുടെ കയ്യിൽ സമയമുണ്ട് അല്ലേ, 2 ആഴ്ചയിൽ കൂടുതൽ ടൈം ബാക്കിയുണ്ട് എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ. അതുപോലെ തന്നെ ഓപ്പൺ സ്കൂൾ അല്ലെങ്കിൽ ഹോം സ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 9th സെപ്റ്റംബർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഹു ആർ നോട്ട് രജിസ്റ്റേർഡ് ആസ് സെൻറ്റേഴ്സ്, സ്റ്റുഡൻസ് ഹൂസ് സ്കൂൾസ് ആർ നോട്ട് രജിസ്റ്റേർഡ് ആസ് സെൻറ്റേഴ്സ്, അങ്ങനത്തെ കുട്ടികൾക്കും 9th മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓവർസീസ് സ്റ്റുഡൻസ് സ്റ്റഡിയിങ് ഇൻ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന വിദേശത്തുള്ള കുട്ടികൾക്കും ഈ ഒരു ഡേറ്റിൽ, ഈ ഒരു വീക്കിലാണ് അവരുടെ രജിസ്ട്രേഷൻ വരിക. സോ രജിസ്ട്രേഷൻ നോക്കുക. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സെപ്റ്റംബർ 8 മുൻപായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാം. ഈ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ് ആ ഒരു വീക്കിലും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ ഇനി എന്നാണ് എക്സാമിനേഷൻ? ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഒക്ടോബർ 30 ഒക്ടോബർ 30 ആണ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. അതിൻ്റെ ടൈം എന്ന് പറയുന്നത് 10 AM to 1 PM. സോ 3 മണിക്കൂറിൻ്റെ എക്സാമിനേഷനാണ് നമ്മുടെ ക്വാളിഫയർ എക്സാം. ഓക്കെ, ഇന്ത്യൻ IOQM ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് എന്നുള്ള എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. എക്സാം പാറ്റേൺ നോക്കാം. എല്ലാ ക്വസ്റ്റ്യനും മാത്തമാറ്റിക്സിൽ 100 മാർക്കാണ് ടോട്ടൽ. അതിലെ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0 to 99 എന്ന് പറയുന്ന ആ ഒരു ഇൻഡിജേഴ്സിൻ്റെ റേഞ്ചിലുള്ള ആൻസേഴ്സ് ആണ് വരാൻ പോകുന്നത്. സോ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇവിടെ എത്ര ചോയ്സ് ഉണ്ട്? 0 മുതൽ 99 വരെ ഏത് വേണമെങ്കിലും ആൻസർ ആവാം. സോ 100 ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അത് OMR ബേസ്ഡ് എക്സാം തന്നെയാണ്. 4 ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് അല്ല, പകരം 0 to 99 ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. അത് നമ്മൾ കൃത്യമായിട്ട് എഴുതണം. സോ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാം തന്നെയാണ്. 10 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് വീതമുള്ളത്, 12 ക്വസ്റ്റ്യൻസ് 5 മാർക്സ് ഈച്ച്, അതുപോലെ 2 ക്വസ്റ്റ്യൻസ് ഓഫ് 10 മാർക്സ് ഈച്ച്. സോ ടോട്ടൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാകും? 24 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിന് 3 hours ടൈം ഉണ്ട്. സോ ഒളിമ്പ്യാഡ് എക്സാം എന്ന് പറയുന്നത് മറ്റ് പല എക്സാംസിനെ പോലെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതുന്ന ആ ഒരു ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ അല്ല. ബട്ട് ഒരുപാട് സമയം ഉണ്ടായിരിക്കും, പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും നല്ല സ്റ്റാൻഡേർഡുള്ള കുറേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്സാമാണ് ഒളിമ്പ്യാഡ് എക്സാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതിൻ്റെ സെക്കൻഡ് സ്റ്റേജിനെ കുറിച്ച് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേജ് അറ്റംപ്റ്റ് ചെയ്തു, അതിൻ്റെ റിസൾട്ട് വന്നു, അതിൽ സെലക്റ്റഡ് ആവുന്ന കുട്ടികളാണ് സെക്കൻഡ് സ്റ്റേജിലേക്ക് സെലക്റ്റഡ് ആവുക. ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന എക്സാമിനേഷൻ. ഇതാണ് നാഷണൽ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്ന ടോപ്പ് എക്സാം, ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്. ഇതിൽ നിന്നും സെലക്റ്റഡ് ആവുന്ന കുട്ടികൾക്ക് ആഫ്റ്റർ ദിസ് ഒരു ക്യാമ്പ് ഉണ്ടായിരിക്കും. ആ ക്യാമ്പിൽ നിന്നാണ് ഫൈനലി ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഇൻ്റർനാഷണൽ ഒളിമ്പ്യാഡിലേക്ക് പോകുന്ന ടീമിനെ സെലക്ട് ചെയ്യാം. ഇതിലൊരു ഫൺ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് എല്ലാ വർഷവും 5-6 കുട്ടികൾ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിലേക്ക് പോകാറുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് ഇതുവരെ ആ ഒരു ടീമിലേക്ക് ഒരു കുട്ടിക്ക് പോലും എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റിലെ കുട്ടികൾക്കൊക്കെ ഒളിമ്പ്യാഡിന് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്, കേരളത്തിൽ നിന്ന് ഇതുവരെ ആരും പോയിട്ടില്ല എന്നുള്ളതിൻ്റെ റീസൺ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്സും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനും കുട്ടികൾക്ക് വേണ്ട രീതിയിൽ കൊടുക്കാത്തത് തന്നെയാണ്. ജനുവരി 15 സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷൻ. 4 മണിക്കൂറിൻ്റെ എക്സാമാണ്. മറ്റേത് 3 ആയിരുന്നു, ഇത് 4 hours എക്സാമിനേഷനാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓൺലി 6. ആകെ 6 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 4 hours ഉണ്ട്. പക്ഷേ എല്ലാം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഈച്ച് ക്വസ്റ്റ്യൻ റിക്വയർസ് റൈറ്റിംഗ് ഡീറ്റെയിൽഡ് പ്രൂഫ് ആൻഡ്
എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഹൈലി ചാലഞ്ചിങ് ആയിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് 4 hours അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് സ്റ്റുഡൻസ് ബോൺ ബിറ്റ്വീൻ August 1, 2003 ആൻഡ് January 1, 2010 ആ ഡേറ്റുകൾക്കിടയിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള സ്റ്റുഡൻസിനാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഈ വർഷത്തെ ഒളിമ്പ്യാഡ് എഴുതാൻ പറ്റുക. മാത്രമല്ല ഒരു കാര്യം കൂടെ ഉള്ളത്, ഇവർ ഏത് ക്ലാസ്സിലായിരിക്കണം പഠിക്കേണ്ടത്, 8th, 9th, 10th, 11th or 12th. സോ 8th മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് ഒരു സിംഗിൾ കോമൺ എക്സാം തന്നെയാണ് മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ ഉള്ളത്. ഓക്കെ, ദ സ്റ്റുഡൻസ് മസ്റ്റ് ബി എലിജിബിൾ ടു ഹോൾഡ് ഇന്ത്യൻ പാസ്പോർട്ട്. ഇത് എസ്പെഷ്യലി നമ്മുടെ വിദേശത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇന്ത്യൻ പാസ്പോർട്ടിന് എലിജിബിൾ ആയിരിക്കണം. പാസ്പോർട്ട് കയ്യിൽ വേണമെന്നില്ല, അത് കിട്ടാൻ എലിജിബിൾ ആയിരിക്കണം. സ്റ്റുഡൻറ്റ് മസ്റ്റ് ബി റിസൈഡിങ് ആൻഡ് സ്റ്റഡിയിങ് ഇൻ ഇന്ത്യ സിൻസ് 30 October 2020 or earlier, or must be studying in an Indian school system since 30 October 2020. സോ 2020 ഒക്ടോബർ 30 മുതൽ ഒന്നെങ്കിൽ ഇന്ത്യൻ സ്കൂൾസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ലഭിക്കുന്ന വിദേശത്തുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരിക്കണം. സോ ഓൾമോസ്റ്റ് 2 വർഷമായിട്ട് ഇന്ത്യൻ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം എന്ന് ചുരുക്കി പറയാം. ഓക്കെ, സ്റ്റുഡൻറ്റ് മസ്റ്റ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് ഓർ ഷെഡ്യൂൾഡ് ടു കംപ്ലീറ്റ് ക്ലാസ് 12 ബോർഡ് എക്സാമിനേഷൻ ഏർലിയർ ദാൻ 30 October. സോ 30 ഒക്ടോബറിന് മുൻപായിട്ട് 12th എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ 12th കഴിഞ്ഞ കുട്ടികൾ, അതായത് ഈ അക്കാഡമിക് ഇയറിൽ 12ാം ക്ലാസ് ഫിനിഷ് ചെയ്ത കുട്ടികൾക്ക് ഇത് എഴുതാൻ കഴിയില്ല. 12th സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്കാണ് എഴുതാൻ കഴിയുക. ഡേറ്റ് ഓഫ് ബർത്തും പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, ക്രൈറ്റീരിയ ഫോർ ക്വാളിഫിക്കേഷൻ. ക്വാളിഫയർ എക്സാമിൽ നിന്ന് നാഷണൽ മാത്തമാറ്റിക്സിൽ ഒളിമ്പ്യാഡിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടോപ്പ് 600 സ്റ്റുഡൻസിനാണ് എന്ത് ചെയ്യാൻ പറ്റുക, മെറിറ്റ് ലിസ്റ്റിലേക്ക് വന്നുകൊണ്ട് നെക്സ്റ്റ് എക്സാമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ക്വാളിഫൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇതിന് റീജിയണൽ കോട്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഏകദേശം ഒരു ടോപ്പ് 600 കുട്ടികൾക്കാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റുക. നമ്പർ ഓഫ് ക്ലാസ് 12 സ്റ്റുഡൻസ് വിൽ ബി 100. ഈ 600ൽ 100 കുട്ടികൾ മാത്രമേ +2 ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, 8 മുതൽ +2 വരെ ഒരേ എക്സാം എഴുതിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും +1 +2 കുട്ടികൾക്ക് നോളജ് കൂടുതലാണ്, അവരല്ലേ വിൻ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, കാറ്റഗറി, ഓരോ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻറ്റ്, നമ്പർ ഓഫ് ക്വാളിഫിക്കേഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ക്ലാസ് 8, 9, 10, 11 സ്റ്റുഡൻസ് വിൽ ബി 500. അപ്പോൾ 8 മുതൽ 11 വരെയുള്ള കുട്ടികളാണ് 500 പേര്. ബാക്കി 100 പേർക്ക് മാത്രമേ +2 നിന്ന് ഈ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സാം കോമൺ ആണ്, പക്ഷേ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയ ഫോർ ക്വാളിഫിക്കേഷൻ ഫ്രം അഗെയിൻ ബാക്കിയുള്ളത് ഫ്രം ഈച്ച് റീജിയൻ ഇൻക്ലൂഡിംഗ് കേന്ദ്രീയ വിദ്യാലയ, ജവഹർ നവോദയ വിദ്യാലയ, മിനിമം ഓഫ് 25 സ്റ്റുഡൻസ് ക്ലാസ് 10, 11 ഓർ ബിലോ കാറ്റഗറി. എന്തായാലും മിനിമം ഓഫ് എന്തുണ്ടാകും, 25 സ്റ്റുഡൻസ് ഓരോ റീജിയണിൽ നിന്നുണ്ടാകും. അപ്പോൾ ഇന്ത്യയെ പല റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഈച്ച് ആൻഡ് എവറി റീജിയൻ. അപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ കുറച്ച് കുട്ടികൾ എന്തായാലും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ടാകും. 5 സ്റ്റുഡൻസ് ക്ലാസ് 12 കാറ്റഗറിയിൽ നിന്നും എല്ലാ റീജിയണിൽ നിന്നും സെലക്ട് ചെയ്യും. അതുപോലെ 3 ഗേൾ സ്റ്റുഡൻസ് ഫ്രം ക്ലാസ് 11 ഓർ ബിലോ കാറ്റഗറി ഇറസ്പെക്റ്റീവ് ഓഫ് ദി നമ്പർ ഓഫ് ഗേൾ സ്റ്റുഡൻസ് ക്വാളിഫയിങ് ഇൻ ഫസ്റ്റ് കാറ്റഗറി. സോ ഗേൾസിന് സെപ്പറേറ്റ് എന്തുണ്ട്, ഓരോ റീജിയണിൽ നിന്നും സെപ്പറേറ്റ് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ റീജിയണിൽ നിന്നും റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഫൈനൽ സ്റ്റേജിലുള്ള 600 കുട്ടികൾ ഉണ്ടാവുക. മാത്രമല്ല സ്കോർ എബവ് എ മിനിമം കട്ട് ഓഫ് സ്കോർ ഓഫ് എത്രയാണ്, 30%. ഈ പറഞ്ഞ കണ്ടീഷൻസിലൊക്കെ ഏതിലെങ്കിലും ഒന്നിൽ നമ്മൾ സെലക്റ്റഡ് ആയി നെക്സ്റ്റ് സ്റ്റേജിൽ എത്തണമെന്നുണ്ടെങ്കിൽ മിനിമം 30% എന്തായാലും വേണം. ഓക്കെ, എ മാക്സിമം ഓഫ് 6 സ്റ്റുഡൻസ് വിൽ ബി സെലക്റ്റഡ് ഫ്രം ദി കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് റിസൈഡിങ് അബ്രോഡ്. പുറത്ത് ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 6 പേർക്ക് എന്തായാലും മിനിമം മാക്സിമം 6 പേരെയാണ് എന്ത് ചെയ്യുക, പുറത്തു നിന്നുള്ള സ്കൂളിൽ നിന്ന് ഈ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് സെലക്ട് ചെയ്യുക. IOQM സർട്ടിഫിക്കറ്റ് ക്രൈറ്റീരിയ. ഇതിൽ പങ്കെടുത്തിട്ട് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് 20% മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് അതെങ്കിലും നേടാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ച് നോക്കാം. പക്ഷേ ഇതിനേക്കാൾ ഉപരി ഒളിമ്പ്യാഡ് പോലെയുള്ള ഒരു സ്റ്റേജിൽ അതുപോലുള്ളൊരു എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ള ആ ഒരു സംഭവം തന്നെ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. ഈ വർഷം ട്രൈ ചെയ്താൽ നമുക്ക് മനസ്സിലാകും എന്താണ് എക്സാം എന്നുള്ളത്. നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ഓർക്കുക, ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് 200 rupees മാത്രമാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്കുകൾ, അതുപോലെ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സൊല്യൂഷൻസും നോക്കാൻ പറ്റുന്ന ലിങ്ക്, അതുപോലെ ഏതെല്ലാം ബുക്സാണ് ഇതിന് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുക, ഇങ്ങനെ തുടങ്ങി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. മറ്റെന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം. മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ള എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സെപ്റ്റംബർ 8 മുൻപായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറയാം. ഒക്ടോബർ 30 ഫസ്റ്റ് സ്റ്റേജ് എക്സാം നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ട എന്തെങ്കിലും അഡീഷണൽ സപ്പോർട്ടോ മറ്റു കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ അതൊക്കെല്ലാം XandY Learning യൂട്യൂബ് ചാനൽ പ്രൊവൈഡ് ചെയ്യും. XandY Learning, better foundation, brighter future.